സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC പ്രചരണ സമിതി അധ്യക്ഷനുമായ ശ്രീ കെ മുരളീധരൻ MLA ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ശ്രീ കെ മുരളീധരൻ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി വളരെ അടുത്തു. എങ്ങനെയുണ്ട് UDF സീറ്റ് വിഭജനമൊക്കെ തീരുമാനമായി? UDFൻ്റെ 2 ദിവസം കൊണ്ട് സീറ്റ് വിഭജനം കംപ്ലീറ്റ് ആകും. നാളെ ഇലക്ഷൻ കമ്മിറ്റി കൂടുന്നുണ്ട്. ഒരു പ്രാഥമിക ചർച്ച ആണ് നാളെ ഉദ്ദേശിക്കുന്നത്. കാരണം ഡേറ്റ് ഇതുവരെ ഫൈനലൈസ് ചെയ്തില്ല. ഇലക്ഷൻ ഡേറ്റ് ഇലക്ഷൻ പ്രഖ്യാപനം വന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് സ്ഥാനാർത്ഥി പട്ടിക വരും. ഇപ്പോൾ അതിനിടയിൽ ലീഗ് ഒരു സീറ്റ് അധികം ചോദിക്കുന്നു, മാണി ഗ്രൂപ്പ് ചോദിക്കുന്നു. അവർക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളെ ഒന്നും ഞങ്ങൾ വിമർശിക്കുന്നില്ല. കാരണം അവരുടെ സ്ട്രെങ്ത് അനുസരിച്ച് അവർക്ക് ചോദിക്കാം. മുമ്പും ലീഗ് 3 സീറ്റ് ലീഗിന് കൊടുത്തിട്ട് അവരൊരു സീറ്റ് തിരിച്ചു തന്നിട്ടുണ്ട്. 84 എന്ന കാസർഗോഡ് സീറ്റ് ഉൾപ്പെടെ അവർക്ക് കൊടുത്തു 3 സീറ്റ്. പക്ഷെ അവർ പറഞ്ഞ് കോൺഗ്രസ് കാൻഡിഡേറ്റ് നിന്നാലാണ് വിജയസാധ്യത കൂടുതൽ എന്ന് പറഞ്ഞ് അവർ അന്ന് തന്നു. അന്നാണ് ഐരാമറായി ജയിച്ചത് ആ തെരഞ്ഞെടുപ്പ്. എനിക്ക് തോന്നുന്നത് അതാണ് ലാസ്റ്റ് കോൺഗ്രസ് ജയിച്ചൊരു എലക്ഷൻ, UDF ജയിച്ചൊരു എലക്ഷൻ കാസർഗോഡ്. പിന്നീട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കേരള കോൺഗ്രസ്സിന് മുമ്പ് അവിഭക്ത കേരള കോൺഗ്രസ് ആയ നേരത്ത് 3 സീറ്റ് കൊടുത്തിട്ടുണ്ട്, 71. അപ്പോൾ അതിലൊന്നും ചോദിക്കുന്നതിലൊന്നും ഞങ്ങൾ തെറ്റ് കാണുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സംബന്ധിച്ചുള്ള പ്രയാസം ലോക്സഭയിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷിയാവാൻ ആയെങ്കിൽ മാത്രമേ രാഷ്ട്രപതി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിനെ ക്ഷണിക്കുകയുള്ളൂ. ഇപ്പോൾ കർണാടകത്തിൽ കണ്ടല്ലോ, കർണാടകത്തിലുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റയ്ക്ക് മത്സരിച്ചു. 1-ാം സ്ഥാനം BJPക്ക് വന്നു, 2-ാം സ്ഥാനം കോൺഗ്രസ്, 3-ാം സ്ഥാനം ജനതാദൾ. ഇപ്പോൾ 2ഉം 3ഉം ഉള്ള കക്ഷികളെ ചേർന്ന് ഗവൺമെൻറ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല. ഗവർണർ സ്വാഭാവികമായിട്ട് രാഷ്ട്രപതിയുടെ പാശ്ചാത്തലമൊക്കെ എല്ലാവർക്കും. ആ നിലയ്ക്ക് കോൺഗ്രസ്സിന് 1-ാം സ്ഥാനം കിട്ടണമെങ്കിൽ കേരളം പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് മാക്സിമം MP മാരെ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പ്രയാസം അവരോട് പറഞ്ഞു, അവരെ പ്രയാസം ഞങ്ങളോടും പറഞ്ഞു. എങ്കിലും അതൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് എത്തും എന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസം. 16 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. 16 സീറ്റ് കോൺഗ്രസ്, 2 സീറ്റ് മുസ്ലിം ലീഗ്, RSPയും കേരള കോൺഗ്രസ് ഓരോ സീറ്റ്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. അതിനിടയിൽ മാണി ഗ്രൂപ്പിൽ തന്നെ ഒരു പൊട്ടലും ചീറ്റിലും കേൾക്കുന്നുണ്ട്. മൊത്തത്തിൽ കല്യാടിയല്ലേ അത് അവർ തമ്മിൽ സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ്. അതിൻ്റെ പേരിലൊരു പിളർപ്പുണ്ടാവുന്നൊന്നും ഞങ്ങൾ കോൺഗ്രസ് കണക്കാക്കുന്നില്ല. അത് അവർ സെറ്റിൽ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പോൾ അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ഇന്നത്തെ കോൺഗ്രസ് കേരള കോൺഗ്രസ് ചർച്ചയോടുകൂടി തന്നെ ഏതാണ്ടൊരു അനുകൂല സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ഇപ്പോൾ KM മാണിയുടെ മകൻ രാജ്യസഭയിലേക്ക് പോയി, ലോക്സഭാ അംഗത്വം ഒഴിഞ്ഞിട്ട് പോയി, മണ്ഡലത്തെ അനാഥമാക്കി എന്ന് പറഞ്ഞാൽ അവിടെ പ്രചരണമുണ്ട്. ഇപ്പോൾ എന്തോ മരുമകളെ കൊണ്ടുവരാൻ പോകുന്നൊക്കെ അതവർ നിഷേധിച്ചല്ലോ. അതൊക്കെ ഇങ്ങനെ ഓരോ മാധ്യമ സൃഷ്ടി മാത്രമാണ്. അവർ തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് ചുണക്കുട്ടന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്, പിന്നെ എന്തിനാണ് എൻ്റെ പേര് വലിച്ചിഴക്കുന്നത്. അവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, അവരതിൽ കൂടുതലൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും ഒരു ഘടകമാവില്ല. പിന്നെ ജോസ് കെ മാണി രാജ്യസഭയിൽ പോകുമ്പോഴേക്കും ലോക്സഭയുടെ കാലാവധി അവസാനിക്കാനായ ഘട്ടത്തിലാണ് പോയത്. മാത്രമല്ല രാജ്യസഭ MPയുടെ ഫണ്ടും അധികം കൊടുക്കുന്ന മുഴുവൻ കോട്ടയം ലോക്സഭയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കോൺസ്റ്റിറ്റ്യുവൻസി അനാഥായിട്ടില്ല. അദ്ദേഹം കോട്ടയത്ത് തന്നെയുണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ LDF ഒരു കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, LDF ഓരോ ദിവസം ഓരോന്നാണ് പറയുന്നത്. ഇപ്പോൾ കോടിയേരി പറഞ്ഞു തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് PJ ജോസഫ് പറഞ്ഞപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിയ ആളാണ് കോടിയേരി. കോടിയേരി ഓരോ ദിവസം ഓരോന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് LDFിലേക്കൊന്നും PJ ജോസഫ് ഒന്നും പോവില്ല. കേരള കോൺഗ്രസ്സിൽ ഒരു പിളർപ്പും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ജോസഫും KM മാണിയൊക്കെ ഉൾപ്പെട്ട UDF ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. അപ്പോൾ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്തായി? കോൺഗ്രസ്സിലെ ഇപ്പോൾ സിറ്റിംഗ് MP മാരുണ്ട്. അവർ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ആ സീറ്റുകൾ അവർക്ക് തന്നെ കൊടുക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. പക്ഷേ അന്തിമമായിട്ടുള്ള തീരുമാനം ഹൈക്കമാൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രപ്പോസൽ അങ്ങോട്ട് അയക്കും. ആ പ്രപ്പോസൽ ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. കാരണം 44 MP മാരാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ ജയിച്ചു വന്നവർ. കാലാവധി കഴിയുമ്പോൾ 48ആയി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് കൂടെ നോക്കുമല്ലോ. ആ പെർഫോമൻസിൽ കേരളത്തിൽ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡാണ്. ഇപ്പോൾ ചില MP മാരെയൊക്കെ മാറ്റണമെന്ന് പാർട്ടിക്കകത്ത് തന്നെ അഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന് എറണാകുളത്തെ KV തോമസ് മാറണം, അല്ല നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു MP ആണ്. അദ്ദേഹം പ്രതിപക്ഷത്ത് വന്നപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു.
കേന്ദ്രത്തിൽ കഴിഞ്ഞ UPA ഭരിച്ച കാലത്ത് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരുന്നു. ഏതാണ്ട് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി എന്ന് വെച്ചാൽ ഈസ് ഈക്വൽ ടു ക്യാബിനറ്റ് മിനിസ്റ്റർ. അപ്പം അങ്ങനെ ഒരാളെ മാറ്റുന്നതൊന്നും ശരിയല്ല. അതുകൊണ്ട് മറ്റൊരു വാദം ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നാണ്. അല്ല, ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ടിയുടെ 100% പിന്തുണയുണ്ടാവും. പക്ഷേ ഞങ്ങൾ നിയമസഭാംഗങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാവണമെന്നാണ്. കാരണം പെട്ടെന്നൊക്കെ തീരുമാനമൊക്കെ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉപദേശം പലപ്പോഴും ഞങ്ങളെ സഹായിക്കാറുണ്ട്. അദ്ദേഹം ഒന്നിലും ഇടപെടാറില്ല. എല്ലാം പൂർണ്ണമായിട്ട് പ്രതിപക്ഷ നേതാവിനാണ് അദ്ദേഹം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിനോട് ചില സന്ദർഭങ്ങൾ ഉപദേശം ചോദിക്കും. ഇതൊക്കെ എങ്ങനെ പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ അത് തരണം ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം വളരെ സഹായകരമാണ്. ഉമ്മൻചാണ്ടിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി പറയുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് കെട്ടിക്കണമെന്നുള്ള മോഹമുള്ള അദ്ദേഹത്തിനെ പോലത്തെ ഒരാളെന്ന് കേരളത്തിൽ നിന്ന് പോയില്ല. ഇപ്പോൾ MP ആയെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് കെട്ടുക എന്നാണ് അർത്ഥം. അത് പണ്ടൊക്കെ MP മാരെ കുറിച്ച് ഉണ്ടായിരുന്ന ധാരണയാണ്. അതൊക്കെ എൻ്റെയൊക്കെ കാലഘട്ടം വന്നപ്പോൾ ഞങ്ങളൊക്കെ അത് തിരുത്തിയിട്ടുണ്ട്. MP മാരും നിയോജകമണ്ഡലത്തിൽ MP മാർക്കും പ്രാധാന്യമുണ്ട് എന്ന് 89 വന്ന ഞങ്ങളെപ്പോലത്തെ ഒരു ടീമുണ്ട്. ഞാനും കൊടിക്കുന്നിൽ സുരേഷ്, ഞങ്ങളാണ് ആ ധാരണയൊക്കെ മാറ്റിയെടുത്തത്. അപ്പോൾ അതുകൊണ്ടൊന്നും അവന് MP ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കേരളത്തിൽ ഇടപെടാൻ ഒരു പ്രയാസമില്ലല്ലോ. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് MP ആയിരുന്നില്ല. ഒരു വർക്ക് കൂടെ മോശമായിട്ടില്ലല്ലോ. ചില ചാനലുകളുടെയൊക്കെ സർവേ പ്രകാരം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഉമ്മൻചാണ്ടിയാണ്. അത് ശരിയായ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണ വളരെ താഴെയാണ്. അല്ല, അതിലൊന്നും അല്ല. അത് സർവേയിൽ ഇപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയും. കാരണം ഉമ്മൻചാണ്ടിക്ക് വളരെ സീനിയറായിട്ട് ഇപ്പോൾ K കരുണാകരനും AK ആന്റണിയും കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീനിയർ ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായിട്ട് അത്രയും വർഷത്തെ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുൻതൂക്കം കിട്ടും. കാരണം K കരുണാകരൻ ജീവിച്ചിരിപ്പില്ല, ആന്റണി കേരള രാഷ്ട്രീയത്തിൽ ഒന്നിലും ഇടപെടുന്നില്ല. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഉമ്മൻചാണ്ടിയിലേക്ക് വരുമല്ലോ. അപ്പോൾ അതുണ്ട് തീർച്ചയായിട്ടും. ഏറ്റവും ജനപ്രിയനായ നേതാവ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതൃത്വം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു ദേശീയ നേതൃത്വത്തിൽ സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു. ഇപ്പം KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. അതായത് വേണമെങ്കിൽ പാർട്ടിയിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കാം. ആ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? അല്ല, KC വേണുഗോപാൽ ഒരു കാര്യത്തിലും കേരളത്തിൽ KPCCയുടെ ഒരു കാര്യത്തിൽ അധികം ഇടപെടാറില്ല. അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ പൂർണ്ണമായിട്ടും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യങ്ങൾ നോക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ക്ഷണിക്കുന്ന പാർട്ടി യോഗങ്ങളിൽ അദ്ദേഹം ഒരു ഓട്ടപ്രദക്ഷിണം നടത്താറുണ്ട്. അതല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ ഇന്ന കാര്യം ചെയ്യണം എന്നൊരിക്കലും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്കും സന്തോഷമാണ്. അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ അദ്ദേഹം ഇടപെടാറില്ല. പൂർണ്ണമായിട്ട് KPC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ സ്ഥിതിക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടുകയും ഇടപെടുകയും ചെയ്യാൻ വേണമെങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് KC വേണുഗോപാൽ ഈ പദവിയിൽ വന്നതോടെ കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ സാധ്യതയ്ക്ക് മങ്ങലേറ്റു എന്ന് പറയും. അല്ല, രമേശ് ചെന്നിത്തലയുടെ സാധ്യതയ്ക്കൊന്നും ഒരു മങ്ങലേറ്റിട്ടില്ല. രമേശ് ചെന്നിത്തലയുടെ ഒരു കാര്യങ്ങളും വേണുഗോപാൽ ഇടപെടാറില്ല. KC വേണുഗോപാലിൻ്റെ ഒരു കാര്യത്തിൽ രമേശ് ഇടപെടാറില്ല. മാത്രമല്ല രണ്ടുപേരും MLA MP ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. രമേശിൻ്റെ MP KC വേണുഗോപാലാണ്. അവർ തമ്മിൽ ഒരു തർക്കമില്ലാണ്ട് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് പാർട്ടിയിൽ. അല്ല, പൊതുവേ കോൺഗ്രസ് ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഒരുപാട് സജീവമായ ഗ്രൂപ്പുകളുള്ളൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എന്നാൽ അതിൻ്റെ സമവാക്യങ്ങൾ മറിയുമോ? അങ്ങനത്തെ ഒരു സമവാക്യം മാറേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എല്ലാ രണ്ടുപേരും ഞാൻ പറഞ്ഞില്ല, KC വേണുഗോപാൽ ഒരു കാര്യങ്ങളും ഇടപെടാറില്ല. പ്രതിപക്ഷ നേതാവിനും KPC പ്രസിഡന്റിനും അദ്ദേഹം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇപ്പോൾ സിറ്റിംഗ് MP മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. അതെ. KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കും. KC വേണുഗോപാൽ ഉൾപ്പെടെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം KPC പ്രസിഡന്റ് മത്സരിക്കണം എന്നാണ്. കാരണം ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തിന് ഒരു സേണുണ്ട്, ഒരു വോട്ട് ബാങ്കും ഉണ്ട്. പക്ഷേ പുള്ളി മത്സരിക്കില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം മത്സരിക്കില്ല നിർബന്ധം പറയുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നുണ്ട് മത്സരിക്കണം. ഇപ്പം ജനമഹായാത്ര KPCC പ്രസിഡന്റ് നേരത്തെ നടത്തി. അന്നേരം അതിനിടയിൽ ഇടയ്ക്ക് വന്ന ഒരു വിമർശനം എന്ന് പറഞ്ഞാൽ ഫണ്ട് പിരിവ്, അതായത് ചില ഘടകങ്ങൾ വിചാരിച്ചത്ര ഫണ്ട് പിരിച്ചു കൊടുത്തില്ല, അതുകൊണ്ട് അവരെ പിരിച്ചുവിട്ടു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. കോൺഗ്രസിന് അത്രയും വലിയൊരു ഫണ്ട് ദൗർലഭ്യം ഉണ്ടോ? അല്ല, ഞാൻ പറയാം, അത് പാർട്ടി ആവശ്യപ്പെട്ട ഫണ്ട് പിരിച്ചു നൽകാത്ത കമ്മിറ്റികളെ എല്ലാ കാലത്തും പിരിച്ചു വിട്ടിട്ടുണ്ട്. ഞാൻ പിരിച്ചു വിട്ടിട്ടുണ്ടല്ലോ. അത് പ്രസിഡന്റുമാർ ചെയ്യുന്ന ഒരു ചുമതല തന്നെയാണ്. കാരണം പാർട്ടി ഏൽപ്പിച്ച കൃത്യം നിർവഹിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച വരുത്തി? ചില കമ്മിറ്റികൾ പറയും ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും പ്രാദേശികമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും,
ചില സ്ഥലത്ത് പിരിക്കാൻ പ്രയാസം, ചില പാർട്ടി ഗ്രാമങ്ങൾ, ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ചില പാർട്ടി ഗ്രാമങ്ങൾ പിരിക്കാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എക്സംഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ പിരിച്ചിട്ട് കൊടുക്കില്ല, അപ്പോഴായി പിരിച്ചു വിടുന്നത്. അപ്പോൾ അതിലൊരു കുഴപ്പമില്ല. ഇപ്പോൾ താങ്കൾ KPCC പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. അതിൽ ഈ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിന് വലിയൊരു സാമ്പത്തിക ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണോ? സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഇഷ്ടം പോലെ കാശുണ്ട്. ഇപ്പോൾ വിമാനത്താവളം വരെ വിറ്റല്ലോ, ആ കാശൊക്കെ കിട്ടും. സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഇവിടുത്തെ മദ്യമാഫിയയുടെ കാശുമുണ്ട്. ഞങ്ങൾക്കിത് രണ്ടുമില്ല. അതുകൊണ്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് ഒന്നും ഇലക്ഷൻ വിജയത്തിനെ ബാധിക്കില്ല. കോൺഗ്രസിന് ഫണ്ട് തന്നിരുന്നവർ ഇപ്പോൾ ഫണ്ട് തരാതായിട്ടുണ്ടോ? അല്ല, ഫണ്ട് തന്നവരെന്ന് പറയുന്നത് മുമ്പ് തന്നവർ ഇപ്പോൾ അധികാരമൊന്നും ഇല്ലല്ലോ, ഇനി എന്തിനാ കൊടുക്കുന്നുള്ള ധാരണയുണ്ട്. പക്ഷേ 3 സ്റ്റേറ്റിലത്തെയൊക്കെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസ് തന്നെ ഡൽഹിയിൽ വരും എന്നുള്ളത് കൊണ്ട് ചിലർ അങ്ങനെ ഇപ്പോൾ അത്ര കാര്യമായിട്ടുള്ള വിമുഖത കാണിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഫണ്ട് കളക്ഷനാണ്. അത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ജനം തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ കണ്ടല്ലോ, മറ്റേ 2 ചെറുപ്പക്കാരെ കൃപേഷിനെയും ശരത്ലാലിൻ്റെയും കുടുംബത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചപ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 61 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടി. അത് ജനങ്ങൾ നൽകുന്നതാണ്. ഈ മത്സ്യം വിൽക്കുന്ന പാവപ്പെട്ട മത്സ്യം വിറ്റ് ജീവിക്കുന്ന ജീവനക്കാരികൾ വരെ ഞങ്ങൾക്ക് കാശ് തന്നു. ശരി. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരുടെ പണം ഞങ്ങൾക്ക് ഒരു കരുത്ത് തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ വിമാനത്താവളം വിറ്റു എന്നുള്ളൊരു വാദം താങ്കൾ പറഞ്ഞു. ഈ തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് തിരുവനന്തപുരത്തെ ഒരു MLA കൂടിയായ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കില്ല, സ്വകാര്യവൽക്കരണത്തിന്. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളമാണ് എന്ന് പറയാമോ? കാരണം യാത്രക്കാർക്കുള്ള സംവിധാനങ്ങൾ, അവിടുത്തെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് അടച്ചിട്ടിട്ട് ഒരുപാട് നാളായി. ഏറ്റവും കൂടുതൽ യൂസർ ഫീ മേടിക്കുന്ന അത് വിമാനത്താവളത്തിൽ അധികൃതരുടെ തകരാറുണ്ട്. എയർപോർട്ടിലാണ് ഏറ്റവും കൂടുതൽ യൂസർ ഫീ മേടിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് ഭരിക്കുന്ന കാലാകാലങ്ങളിൽ ഭരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റും ഈ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ വലിയൊരു കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്താണല്ലോ ഈ പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് പണിത്, കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ അവിടുത്തെ മറ്റ് കേരളത്തിൽ തന്നെയുള്ള ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങിയ കണ്ണൂർ എയർപോർട്ട് ആയിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഇവിടുത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും വളരെ മോശമാണ്. അല്ല, സൗകര്യങ്ങൾ മോശമെന്ന് പറയുമ്പോൾ അതിൽ എയർപോർട്ട് അധികൃതർ, അതായത് ഈ കഴിഞ്ഞ 2014 ശേഷമാണ് ഡെവലപ്മെൻറ്റ് ഇവിടെ മുരടിച്ചു പോയത്. കാരണം കേന്ദ്രത്തിൽ വന്ന NDA സർക്കാർ അവർക്ക് MP മാരില്ലാത്തൊരു സംസ്ഥാനമായതുകൊണ്ട് തിരുവനന്തപുരത്തിനോടും കോഴിക്കോടിനോടും ഒരു ചിറ്റമ്മ നയം തന്നെയാണ് സ്വീകരിച്ച്. അതിന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഇപ്പോൾ കോഴിക്കോട് എനിക്കറിയാം, ഞാൻ MP ആയിരുന്ന സമയത്താണ് അതിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റ് വർക്കും നടന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ വീതി കൂട്ടാൻ വേണ്ടി വിമാനത്താവളം അടച്ചിട്ടു അവിടെ കുറേ കാലം. അതോടുകൂടിയിട്ട് വലിയ വിമാനങ്ങൾ അവിടെ വന്ന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഹജ്ജിന് പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടി പണിത ഹജ്ജ് ഹൗസ് അവിടെ ഇപ്പോൾ വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുന്നു. കാരണം ഹജ്ജ് അവിടെ നിന്നില്ല, ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റ് അവിടെ നിന്നില്ല, അത് കൊച്ചിയിലേക്ക് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തെറ്റായ നയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ പുതിയ എയർപോർട്ട്, ഈ കാണുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് UPA സർക്കാരിൻ്റെ കാലത്ത് പണിതല്ല. അത് ശരിയാണ്. പക്ഷേ സ്വകാര്യവൽക്കരണം വരുമ്പോൾ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുപാട് കൂടുതലില്ല. പക്ഷേ അതേസമയത്ത് ജീവനക്കാർക്ക് എന്താ പറയേണ്ടത്, അങ്ങേയറ്റം കഷ്ടത്തിലായിരിക്കും അവരുടെ സ്ഥിതി. നേരെ വച്ച് ഇപ്പോൾ കണ്ണൂരും കൊച്ചിയിലെന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ് നിയന്ത്രണം. സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും അതിൽ ചില സ്വകാര്യ വേണമല്ലോ. പക്ഷേ അവിടെയുള്ള ജീവനക്കാർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ജീവനക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനോടൊപ്പം യാത്രക്കാർക്കുള്ള സൗകര്യം ഉണ്ടാവും. അവിടെ ഉണ്ട്, ഇവിടെ ഇല്ലാന്ന്. അല്ല, ഇവിടെ ഇല്ലാത്തതിൻ്റെ കാരണം എന്താണ്? സൗകര്യങ്ങൾ തുടങ്ങിയതാണ്. ഇവിടെ പിന്നെ വേറെ തകരാറും കൂടെ സംഭവിച്ചു. പലപ്പോഴും സ്ഥലം അക്വിസിഷന് എതിർപ്പുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നേരത്തെ സ്ഥലം അക്വയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എയർപോർട്ട് ഇതിൽ നേരത്തെ ഡെവലപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരം ചില ആൾക്കാരുണ്ട്, ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല. വിമാനത്താവളം വികസനത്തിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ അവർ തന്നെയായിരിക്കും, സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരായിട്ടുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ. ഇങ്ങനെ ഈ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇവിടെ വികസനം നടക്കാതെ പോയത്. അല്ല, ഞാൻ പേഴ്സണലായിട്ട് ആരും പറയില്ല. അതിലിപ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റും എല്ലാവരും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാണേണ്ട പ്രവണത, സ്ഥലം ഏറ്റെടുക്കുന്ന വിഷയം വരുമ്പോൾ വോട്ട് ബാങ്കാണ്, ആരും റിസ്ക് എടുക്കാൻ തയ്യാറില്ല. അതേ സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും കഴിഞ്ഞില്ല. ഞാൻ തന്നെ ഇരിക്കുക MP ആയിരുന്ന സമയത്ത് സിവിൽ ഏവിയേഷൻ്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ, അന്ന് ഞാൻ പറയുമ്പോൾ കോഴിക്കോടിൻ്റെ MP ആണ്. അന്ന് ഞാൻ സൂചന കൊടുത്തു, അതായത് 2000 19 കൊല്ലം മുമ്പ്. അന്ന് ഞാൻ പറഞ്ഞു, ഈ തിരുവനന്തപുരം വിമാനത്താവളം വികസിച്ചില്ല എങ്കിൽ
ഇത് ഉദ്യോഗസ്ഥന്മാർ മാത്രം യാത്ര ചെയ്യുന്ന ഒരു വിമാനത്താവളമായിട്ട് മാറും, ഏറെക്കുറെ അതുപോലെ മാറും എന്ന് ഞാൻ അന്ന് സൂചിപ്പിച്ചാണ്. പക്ഷേ സ്ഥലം ഏറ്റെടുക്കൽ പ്രക്രിയ ഒരിക്കലും നടക്കുന്നില്ല വേണ്ടത്ര ശ്രദ്ധയോട് കൂടിയിട്ട്. എന്തായാലും വേണ്ട രീതിയിൽ തിരുവനന്തപുരം വികസിച്ചിട്ടില്ല. അതില്ല, ഇല്ല. കാരണം ഫസ്റ്റ് എയർപോർട്ടാണ് കേരളത്തിൽ. അതെ, അതിൻ്റെ ഒരു പ്രൗഢി അനുസരിച്ച് വികസനം ഉണ്ടായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആദ്യത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്.